യെസ്, തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീമതി മേരി ജോർജ്, ഇവിടെ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നിർദ്ദേശമല്ല, പക്ഷേ ഇന്നലെ ലോക്സഭയിൽ കൃത്യമായി തന്നെ മിനിസ്റ്റർ അറിയിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ്. മാസം 4 രൂപ വെച്ച് കൂട്ടുക, അത് സബ്സിഡി മാർച്ചോടുകൂടി നിർത്തലാക്കുന്നതിൻ്റെ ഭാഗമായാണ്. ഇത്തരത്തിൽ നിർദ്ദേശം എന്ന് പറയുന്നതിനെ എത്രത്തോളം അംഗീകരിക്കാനാകും? അത് വെറും നിർദ്ദേശമായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം നമുക്ക് കേരളത്തിലാകട്ടെ എവിടെയും ആകട്ടെ പ്രധാനമന്ത്രിയുടെ കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിയുടെ അനുമതിയില്ലാതെ, അതായത് മന്ത്രിസഭ കൂട്ടായിട്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്ത് തീരുമാനമെടുക്കാതെ മന്ത്രി വന്ന് പാർലമെന്റിനോടാണ്, അല്ലാതെ വേറെ ഏതെങ്കിലും ആ മന്ത്രിയുടെ കീഴിലുള്ള ഒരു ഗ്രൂപ്പിനോടല്ല സംസാരിക്കുന്നത്, പാർലമെന്റിനോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ആ കൂട്ടുത്തരവാദിത്തോടു കൂടി തന്നെ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തോടു വെച്ചാൽ ഇത് വളരെ പ്രധാനപ്പെട്ട സാമ്പത്തിക മാറ്റങ്ങൾ വരുത്തും എന്ന് മാത്രവുമല്ല, വളരെയധികം വൻ പ്രതിഷേധം വിളിച്ചു വരുത്തുന്ന ഒരു സംരംഭമാണ് ഈ സബ്സിഡി, പാചകവാതക സബ്സിഡി നിർത്തലാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര മന്ത്രിസഭ തന്നെ തീരുമാനമെടുത്തതിന് ശേഷമായിരിക്കണം അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന പാർലമെന്റിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് MP-മാരൊക്കെ തന്നെ അത് വളരെ ഗൗരവത്തോടുകൂടി, MP-മാർ മാത്രമല്ല മാധ്യമങ്ങളും എല്ലാവരും അത് വളരെ ഗൗരവത്തോടെ കാണുന്നു. ഇന്ത്യയിലൊട്ടാകെ ഇന്നത് വലിയ ചർച്ചാ വിഷയവുമാണ്. അപ്പം എനിക്ക് ചോദിക്കാനുള്ള ഈ സാഹചര്യത്തിൽ, രാജീവ് ഗാന്ധി പണ്ട് 1980കളിൽ പറയുമായിരുന്നു, 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് പ്രകൃതിവാതക സമ്പുഷ്ടമായ ഇന്ത്യയാണെന്ന്. നമുക്ക് കൃഷ്ണ ഗോദാവരി ബേസിനിൽ നിന്ന് പ്രകൃതിവാതകം ധാരാളമായിട്ട് ONGCയുടെ പര്യവേഷണ ഫലമായിട്ട് കണ്ടെത്തുകയും അത് ഇപ്പോൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് തന്നെ വലിയ എണ്ണക്കിണർ ആർക്കാണ് വിറ്റത്? നമുക്കറിയാം, ഒരു പ്രൈവറ്റ്, നേരത്തെ ആനിരാജ ആ പേരിവിടെ ധ്വന്യാത്മകമായിട്ട് പറഞ്ഞിരുന്നു. അതേ കമ്പനിക്ക് കൊടുത്തു. ആ കമ്പനി അതിൽ നിന്ന് ബ്രിട്ടീഷ് പെട്രോളിയം കമ്പനിയുടെ ഉപകമ്പനിയായ കെയ്ൻസ് ഇന്ത്യക്ക് കൊടുത്തു ഏതാനും പാടങ്ങൾ. എന്നിട്ട് അവരെ എണ്ണപ്പാടത്ത് നിന്ന്, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അധികാരത്തിലുള്ള പാടത്തിൽ നിന്ന് എണ്ണ ചോർത്തി ഈ പ്രൈവറ്റ് കമ്പനി. അത് അന്താരാഷ്ട്ര ഏജൻസികളെ വെച്ച് കണ്ടുപിടിച്ച് സുപ്രീം കോടതി 10,000 കോടി ഫൈൻ അടപ്പിച്ചു ഈ പറയപ്പെട്ട കമ്പനി. അപ്പോൾ ഇങ്ങനെ പ്രകൃതിവാതകം സമ്പുഷ്ടമായിട്ടുള്ള ഇന്ത്യയിൽ അത് നാഷണൽ കമ്പനികൾക്ക് വില കുറച്ച് വിൽക്കുന്ന ഇന്ത്യ എന്തുകൊണ്ട് ഇവിടുത്തെ പാചകവാതകം, അതായത് ഇവിടുത്തെ പാവപ്പെട്ട വീട്ടമ്മമാരുടെ അടുപ്പെരിയേണ്ട, അവരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കോട്ടെ എന്നൊരു തീരുമാനം എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് എടുക്കുന്നു? നേരത്തെ പറഞ്ഞ വിൽപ്പനയൊക്കെ UPA ഗവൺമെന്റ് കാലത്താണ് നടന്നത്. പക്ഷേ അതിൻ്റെ സുപ്രീം കോടതി ഇടപെട്ട് 10,000 കോടി ഫൈൻ അടപ്പിച്ചത്, കമ്പനിയെ കൊണ്ട് അടപ്പിച്ചത് NDA ഗവൺമെന്റ് കാലത്ത്. അപ്പോൾ NDA ഗവൺമെന്റിനും അറിയാം ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ. എന്നിട്ടും ഈ പ്രീണന നയം, കോർപ്പറേറ്റ്സിനോടുള്ള പ്രീണന നയം കൊണ്ടുപോകുന്നു. ഇന്ത്യയുടെ പ്രകൃതിവാതകം അന്താരാഷ്ട്ര തലത്തിൽ വിൽക്കപ്പെടുന്നു, വലിയ വില കുറച്ച് വിൽക്കപ്പെടുന്നു. ഇന്ത്യക്കകത്ത് പാചകവാതകത്തിന് പ്രകൃതിവാതകം മാറ്റി ഉപയോഗിച്ചുകൂടെ? അതായത് അതിൻ്റെ ടെക്നോളജി വികസിപ്പിക്കുക, അങ്ങനെ പ്രകൃതിവാതകത്തെ പാചകവാതകമാക്കി മാറ്റുക, ഇന്ത്യയുടെ ആവശ്യത്തിന് അത് ഉപയോഗപ്പെടുത്തുക. ആ ഒരു സാഹചര്യം എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? പകരം സബ്സിഡി വെട്ടിക്കുറയ്ക്കുക എന്നതിൻ്റെ മറവിൽ പാചകവാതക സബ്സിഡി ഒന്നടങ്കം നിർത്തലാക്കുന്ന ആ പരിപാടി ഈ ഗവൺമെന്റ് എന്തുകൊണ്ടെടുക്കുന്നു? ഇത് ജനാധിപത്യ ക്രമത്തെ എങ്ങനെയാണ് വെല്ലുവിളിക്കുന്നത്? ഇത്ര ശക്തമായ ഒരു വെല്ലുവിളി ഒരു ഗവൺമെന്റ് കൊണ്ടുവരാൻ പാടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ശ്രീ ഷഫീർ, ശ്രീ രാജീവിന്റെ മറുപടിയിൽ തന്നെ. രാജീവ് പറഞ്ഞത് ശരിയല്ല. കാരണം ഇന്ന് ഇന്ത്യയുടെ പെട്രോളിയം വകുപ്പ് മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ, അദ്ദേഹമാണല്ലോ ഇത് പ്രഖ്യാപിച്ചത്. എവിടെയാണ് പ്രഖ്യാപിച്ചത് രാജീവേ? ഇന്ത്യൻ പാർലമെന്റിനകത്ത് പ്രഖ്യാപനം നടത്തുന്ന ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പ്രധാനമന്ത്രിയും ക്യാബിനറ്റും അറിയാതെ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയതായിട്ട് പറയുമോ? അങ്ങനെ പറഞ്ഞാൽ അത് പാർലമെന്ററി രേഖകളിൽ അത് പാർലമെന്റിനോടുള്ള കടുത്ത അപരാധമല്ലേ, നിയമലംഘനമല്ലേ? അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നോക്കുന്നത് പത്രങ്ങളിൽ വന്ന വാർത്ത ഞാൻ രാജീവിന്റെ ശ്രദ്ധയിലേക്ക് വിടുത്താണ്. പാചകവാതകത്തിന് നൽകി വരുന്ന സബ്സിഡി അടുത്ത മാർച്ചോടെ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ തീരുമാനിച്ചു. ഇതിൻ്റെ ഭാഗമായി എല്ലാ മാസവും സബ്സിഡി സിലിണ്ടറിന് 4 രൂപ കൂട്ടാനും എണ്ണ കമ്പനികൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി. എന്താണ് അർത്ഥം? വ്യക്തമല്ലേ? ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഇവിടെ ഒരു അംബിഗിറ്റിയുടെ ആവശ്യമില്ല.
ഇവിടുത്തെ പ്രശ്നം എത്രയേ ഉള്ളൂ, മാസാമാസം 4 രൂപ വെച്ച് കൂട്ടിയും അതിനുശേഷം അടുത്ത കൊല്ലത്തോടു കൂടി പൂർണ്ണമായും സബ്സിഡി എടുത്തു കളഞ്ഞും 414 രൂപയ്ക്ക് ഇന്ന് വീട്ടമ്മമാർക്ക് കിട്ടുന്ന സബ്സിഡി 777 രൂപയിലേക്കും മറ്റത് 912 രൂപയിലേക്കും വഴിമാറുന്നു എന്ന് പറയുമ്പോൾ ഈ 350 രൂപയുടെ ബർഡൻ, 350 രൂപയുടെ അധിക ഭാരം ഒരു വീട്ടമ്മ വഹിക്കണം എന്ന് പറഞ്ഞാൽ, അത് ഓരോ തൊഴിലാളിയും വഹിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ, ഇത് അമിതമായ ഭാരം അടിച്ചേൽപ്പിക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാരലിന്റെ കണക്ക് ഞാൻ പറഞ്ഞല്ലോ, പെട്രോളിയം കമ്പനികൾ വില കുറയ്ക്കാൻ തയ്യാറായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ഇടപെടൽ നടത്താത്തത് ആരെ സഹായിക്കാനെന്ന് പറഞ്ഞല്ലോ. അത് രാജീവ് പറയേണ്ട മറുപടിയാണ്. മുമ്പ് രാജീവ് ഉൾപ്പെടെയുള്ളവരാണ് തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ കാളവണ്ടിയും വെച്ചുകൊണ്ട് ഈ പെട്രോളിയത്തിന്റെയും അതുപോലെ ഡീസലിന്റെയും വില കൂടുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രകടനം നടത്തിയത്. അന്നത്തെ ബാരലിന്റെ നിരക്കത്ര, ഇന്നത്തെ നിരക്കത്ര? മറുപടി പറയണം. ഞങ്ങൾ UPA ഗവൺമെന്റ്, ഞങ്ങൾക്ക് ഒരുപാട് പരാജയവും പറ്റിയതിന്റെ ഒരു കാരണങ്ങളിൽ ഒന്ന് മേഡം ഞങ്ങളുടെ ഈ സബ്സിഡികളുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു ഗവൺമെന്റ് ആയിട്ടും തൊഴിലുറപ്പ് പദ്ധതിയും വിവരാവകാശവും ഒക്കെ കൊണ്ടുവന്നെങ്കിലും ഒരുപാട് വികസനം ചെയ്തെങ്കിലും ഞങ്ങൾക്ക് അതറിയത് പെട്രോളിയത്തിന്റെ വില നിയന്ത്രണാധികാരം എടുത്തു കളഞ്ഞതും ആധാറും അല്ലേ മേഡം, ആധാർ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയാതെ വന്നതും, അതിനേക്കാൾ ഉപരിയായി ഈ സബ്സിഡി ഡയറക്റ്റ് ട്രാൻസ്ഫറിലൂടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ വീട്ടമ്മമാരിലുണ്ടായ കടുത്ത രോഷം. ഞാനൊരു കുറ്റസമ്മതം പറയാ, ഇറ്റ് ഈസ് മൈ കൺഫെഷൻ, അവർ പാർട്ടീസ് കൺഫെഷൻ. അതെന്നെ പറയുന്നത്, ഇങ്ങനെ കുറ്റസമ്മതം നടത്തുന്ന ഒരു പാർട്ടി ഉണ്ടോ? ഞാൻ പറയാ. അപ്പൊ അങ്ങനെ നടപ്പിലാക്കിയതിൽ വന്ന പാളിച്ചയിലാണ് വീട്ടമ്മമാർ കശ്മീർ മുതൽ കന്യാകുമാരി വരെ കോൺഗ്രസിനെയും UPAയും എടുത്ത് തോട്ടിലിറങ്ങുന്നത്. ഇവിടെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് അറിയോ? ഇപ്പോ തൊഴിലുറപ്പ് ഞങ്ങൾ കൊണ്ടുവന്ന വർഷം 44,000 കോടി രൂപയുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം 6 മാസമായിട്ട് പിടിച്ചു വച്ചിരിക്കുന്നത് കേരളമാണോ കേന്ദ്രമാണോ എന്ന് ഞങ്ങൾക്കറിയാം. 1. 2, ഞങ്ങൾ 10 കൊല്ലക്കാലം ട്രെയിൻ നിരക്ക് 1 രൂപ കൂട്ടിയിരുന്നില്ല. ഇവർ സുരേഷ് പ്രഭു വന്നതിന് ശേഷം നവീകരണത്തിന്റെ പേരിൽ 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ഞങ്ങൾ യൂറിയ എന്ന് പറഞ്ഞാൽ ഏത് കർഷകന്റെയും നട്ടല്ലാണ് യൂറിയയിൽ തൊടാൻ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത, ഇടതുപക്ഷം പിന്തുണ കൊടുത്ത UPA 1 UPA 2 ഞങ്ങൾ തയ്യാറായില്ല. എന്നാൽ യൂറിയയുടെ വില 42% ഈ ഗവൺമെന്റ് കൂട്ടി. അതിന്റെ ഫലമായി കൃഷിക്കാരുടെ ഉൽപാദന ചെലവ് വർദ്ധിപ്പിച്ചു. എന്നാൽ ഉൽപാദന ചെലവ് വർദ്ധിപ്പിച്ചതനുസരിച്ച് കൃഷിക്കാർക്ക് മോണിറ്ററി ബെനിഫിറ്റ് കിട്ടിയോ? ഇല്ല. എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു? 15,000 കർഷകർ ആത്മഹത്യ ചെയ്തു. 15,000 കർഷകർ ആത്മഹത്യ ചെയ്തപ്പോ ഏതെങ്കിലും ഒരു കർഷകന് എന്തെങ്കിലും ആനുകൂല്യം കൊടുത്തതുമില്ല. ഇനി ഡോളറിന്റെ നിരക്ക്, ഞങ്ങളുടെ കാലത്ത് $1 രൂപയുടെ വിനിമയത്തിന്റെ നിരക്ക് എന്ന് പറഞ്ഞാൽ 64 രൂപയായപ്പോൾ ട്വിറ്ററിൽ വന്നിട്ട് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞെന്താണെന്നറിയോ? ഒരു ഭരണം ഇവിടെ ഇല്ല. ഡോളർ ഇന്ത്യയിലെ മൻമോഹൻ സിംഗിന്റെ വയസ്സിനേക്കാൾ കൂടിയാൽ അത്ഭുതപ്പെടാനില്ല. ഓർമ്മയുണ്ടോ? മൻമോഹൻ സിംഗിന്റെ 72 വയസ്സിനേക്കാൾ കൂടിയാൽ, ഡോളർ നിരക്ക് കൂടിയാൽ അത് അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് ട്വിറ്റർ ചെയ്തു. ഇന്ന് എത്രയാണെന്നറിയോ? 69. 69 പറഞ്ഞാൽ ശ്രീ നരേന്ദ്രമോദിയുടെ വയസ്സിന്റെ തൊട്ടടുത്ത് വരെ എത്തി നിൽക്കുന്നു. മറുപടി പറയട്ടെ. നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ തന്നെ കൂടുതൽ ക്ലാരിറ്റി വരുത്തുന്നതിന് ഇവിടെ ആവർത്തിച്ച് നമ്മുടെ ഗസ്റ്റുകളെല്ലാം പറയുകയും ചെയ്തു. ഇത് കൃത്യമായി തന്നെ പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ലോക്സഭയിൽ മറുപടിയായി പറഞ്ഞതാണ്. രേഖാമൂലമുള്ള മറുപടിയായിരുന്നു അത്. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, മാസാമാസം ഈ പാചകവാതക സിലിണ്ടറിന് 4 രൂപ വർദ്ധിപ്പിക്കും. അടുത്ത വർഷം മാർച്ചിൽ സബ്സിഡി പൂർണ്ണമായും നിർത്തലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത് എന്നത് കണക്കുകളടക്കം രേഖകളടക്കമാണ് അദ്ദേഹം ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ തന്നെ പ്രഖ്യാപനം സ്വാഭാവികമായും പ്രധാനമന്ത്രി വന്ന് നടത്തുമായിരിക്കും. പക്ഷെ ഇത് വെറുതെ ഒരു മന്ത്രിക്ക്, പെട്രോളിയം മന്ത്രിക്ക് വന്ന് ഇങ്ങനെ സംസാരിക്കാനാകുമോ? അതൊരു മന്ത്രിസഭയുടെ തീരുമാനം, പൂർണ്ണമായ ഒരു തീരുമാനം ഉണ്ടായിട്ട് മാത്രമാകില്ലേ ഈ വിധത്തിൽ പറയാനാകുക? ശ്രീരാം, ഞാൻ ഇതൊന്നും എതിർത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഒരു കാര്യം മാർച്ചോടുകൂടി നിർത്തലാക്കുമെന്നുള്ളത് ഒരു പ്രഖ്യാപനം ഞാനിന്ന് ഈ മലയാളം പത്രങ്ങളിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. അത് രണ്ടാമത് 4 രൂപ വെച്ച് മാസം തോറും കൂടുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിട്ടുപോകുന്ന കാര്യം, ഉജ്ജ്വല യോജന പ്രകാരമായിട്ടുള്ള കൊടുക്കുന്ന സബ്സിഡി രഹിതമായിട്ട്, അതായത് ഫ്രീ ആയിട്ടുള്ള കണക്ഷൻ, ആ കണക്ഷൻ നിലനിൽക്കുകയാണ്. അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ട് പോലുമില്ല. അത് 2.5 കോടിയാണ്. സ്വാഭാവികമായിട്ട് അതിനകത്ത് അതിന്റെ എണ്ണം കൂടുകയാണ്. ഇപ്പൊ പറയുന്നത് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ കൊടുക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ സബ്സിഡി ഇല്ലാത്ത ഗ്യാസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്.
പിന്നെ ഈ പറഞ്ഞ കണക്ക് 1030 രൂപയിൽ ഇരുന്ന ഗ്യാസാണ്. ഇന്നിപ്പോ സബ്സിഡി ആയാൽ പോലും 435 സബ്സിഡി, അല്ലാത്തത് 511 രൂപയാണ്. സബ്സിഡി വരുമ്പോൾ സ്വാഭാവികമായിട്ട് 477 രൂപ മാത്രമാണ് ആകുന്നത്. അത് എത്ര മാർച്ചിൽ വരുമ്പോഴാണ് ആ ഇതുണ്ടാവുന്നത്. ഇവിടെ നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ശരിക്കും CPM ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് അത് ശ്രമിച്ചേ പറ്റും. കാരണം അല്ലല്ല ഞാൻ പറയട്ടെ കൂട്ടാത്ത ആരുണ്ട് ഇവിടെ? ഒരുപാട് കാര്യത്തിൽ കൂട്ടുന്നുണ്ടല്ലോ. ഇവിടെ കേരളത്തിനകത്ത് കൂട്ടുന്നുണ്ട്. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പദ്ധതികളാണ്. ഇപ്പോൾ പെട്രോൾ ക്രൂഡ് ഓയിൽ വില പറഞ്ഞെന്ന് ഞാൻ കേട്ടെ. ഈ തരത്തിലുള്ള കൺഫെഷൻ നടത്തിയത് ഷഫീർ പറഞ്ഞു, കോൺഗ്രസ് പറയുന്നുണ്ട്. കൺഫെഷൻ നടത്തിയതെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഇത് മാത്രമല്ല, കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുണ്ട്. നിങ്ങൾ ആർക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത്? 749 കോടി. അല്ല ഞാൻ ഷഫീറെ പറയട്ടെ, അല്ല എല്ലാം വിളിച്ചു പറഞ്ഞു, കുഴപ്പമില്ല. രാജ്യത്ത് ജനങ്ങൾ കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് എല്ലാ സംസ്ഥാനത്തും അല്ല പറയട്ടെ, സംസ്ഥാനങ്ങൾക്കും നഗരസഭകൾക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടല്ലോ. കോൺഗ്രസ് അങ്ങനെയാണെങ്കിൽ എല്ലാ അഴിമതിയും പുറത്ത് BJP ഇതൊക്കെ നടത്തുന്നത് പറഞ്ഞിട്ട് BJP പരാജയപ്പെടുത്താമല്ലോ. എന്തുകൊണ്ട് പരാജയപ്പെടാൻ താങ്കൾ? ജനങ്ങൾക്ക് ഇത് അംഗീകാരമാണ്, ജനങ്ങൾ ഇത് അംഗീകരിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് അതിനകത്ത് അതെ ഞാൻ പറയട്ടെ, ജനങ്ങൾ 2 തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള സാമ്പത്തികം കൊടുത്തു. എന്തേ അതിന്റെ കണക്ക് കൊടുക്കാത്ത? സോഷ്യൽ ഓഡിറ്റ് കൊടുക്കണമല്ലോ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കൊടുത്തത്. 2 അതിനോടൊപ്പം തന്നെ തൊഴിൽ നൈപുണ്യം നടക്കണം. ഇവിടെ ഏത് വാർഡിലാണ്? ഏകദേശം 5 വർഷം കൊണ്ട് ഒരു വാർഡിനകത്ത് നാം മനസ്സിലാക്കേണ്ടത് 22 ലക്ഷത്തിനും 40 ലക്ഷത്തിനും ഇടയ്ക്ക് തുകയാണ് ഒരു വാർഡിൽ വരുന്നത്. ആ വാർഡിനകത്ത് എന്ത് ചെറിയ സംരംഭങ്ങളാണ് കേരളത്തിനകത്ത് നടന്നിട്ടുള്ളത്? ഇതുവരെ ഒരു സംരംഭത്തിന്റെ പേര് പറയാം ആർക്കെങ്കിലും? പക്ഷെ നടക്കുന്നില്ല. അപ്പൊ തൊഴിൽ നൈപുണ്യം അതോടൊപ്പം തന്നെ സോഷ്യൽ ഓഡിറ്റ് നടക്കണം. ഇത് നടക്കാത്തതുകൊണ്ട് കൊടുക്കാത്ത ആരെങ്കിലും കൊടുക്കും ഷഫീറെ? അത് നമ്മുടെ യാഥാർത്ഥ്യം, ജനങ്ങൾക്കിടയിൽ വരേണ്ട യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെയാണ് ഈ ഉജ്ജ്വല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ സോഷ്യൽ ഓഡിറ്റ് നടത്തിയിട്ടില്ല. അത് സർക്കാരിന് അറിയാലോ. അതെ സർക്കാരിന് അറിയാലോ. അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? ഉറപ്പിച്ച് പറയാണ്. അല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി അത് കൊടുക്കാൻ ഇടതുപക്ഷക്കാരനൊന്നുമല്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞത് സോഷ്യൽ ഓഡിറ്റുകൾക്ക് വിധേയമാക്കിയിട്ടും നിരവധി തവണ കത്തെഴുതിയിട്ടും നിരവധി ഫാക്സുകൾ അയച്ചിട്ടും തൊഴിൽ മന്ത്രാലയവുമായിട്ടും ഗ്രാമീണ മന്ത്രാലയവുമായിട്ടും നേരിട്ട് തന്നെ ഡൽഹിയിൽ പോയി സംസാരിച്ചിട്ടും ഞങ്ങൾക്ക് പണം തരുന്നില്ല, പിന്നെ എങ്ങനെ പണം കൊടുക്കുമെന്ന് ഒരു മുഖ്യമന്ത്രി ചോദിക്കുക. ഞാൻ ഇടതുപക്ഷക്കാരനല്ല എങ്കിലും അദ്ദേഹത്തിനോട് ചോദിക്കുക. ഞാൻ പറയുന്ന കോൺഗ്രസ്സുകാരായിട്ട് പറയല്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങളെ എന്തിന്റെ പേരിലായാലും കൊടുക്കാതിരിക്കുമ്പോൾ നഷ്ടമാർക്കാണ് രാജ്യമേ? നിങ്ങളെ സഖാവ് പിണറായിയോട് കാണിക്കുന്ന പിണറായിയുടെ എത്ര വർഷം കൊണ്ട് കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ശ്രീമതി ആനി രാജ. അല്ല, വിഷയം തൊഴിലുറപ്പിലേക്ക് വഴുതി മാറിയതുകൊണ്ട് അതിൽ എനിക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. ഈ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് കൊണ്ടുവന്നത് നൈപുണ്യ വികസനത്തിന് വേണ്ടിയല്ല, അവർക്ക് ദൈനംദിന തൊഴിലും കൂലിയും കൊടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ്. അങ്ങനെ അവിടെ ഒരു ലോക്കൽ അസറ്റ് ക്രമേണ അത് രണ്ടാമത്തെ പ്രിഫറൻസ് ആണ്. ഫസ്റ്റ് ലക്ഷ്യം, ആദ്യ ലക്ഷ്യം എന്ന് പറയുന്നത് പട്ടിണി പാവങ്ങളായ ജനങ്ങൾക്ക് അവർക്കൊരു തൊഴിൽ കൊടുക്കുക, അതിന് പ്രധാനമായും അവർക്ക് കൂലി കൊടുക്കുക, മിനിമം കൂലി കൊടുക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടെ തന്നെയാണ് BJP അധികാരത്തിൽ സത്യപ്രതിജ്ഞ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും ആദ്യം പറഞ്ഞത് ഈ തൊഴിലുറപ്പ് പദ്ധതി അത് വെറും പാഴ്ചെലവാണ്, അത് നിർത്തലാക്കുമെന്ന അനൗൺസ്മെന്റ് ആണ് ഈ NDA ഗവൺമെന്റ് ഏറ്റവും ആദ്യം ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയെന്നുള്ള കാര്യം കൂടി ശ്രീ രാജീവിനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. UPA സർക്കാരിന്റെ പദ്ധതിയായിട്ട് ഈ സ്വപ്ന മോഹ പദ്ധതി, അതിന് വേറൊരു പേരാണ് പറഞ്ഞത്, അത് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത്. ഞാൻ ബഹുമാന പുരസ്കാരം ആനി രാജയോട് കേൾക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തുണ്ട്, കേരളത്തിനകത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആൾക്കാർ റോഡ് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്, ഉഗ്രനായിട്ട് റോഡ് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ ഷഫീർ ഉണ്ടല്ലോ, ഷഫീറിന്റെ സർക്കാർ ഉണ്ടായിരുന്നല്ലോ. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ പാവപ്പെട്ടവൻ ചെന്ന് പണക്കാരന്റെ വീട്ടിലെ പില്ല് ചെത്തിപ്പറിക്കാതല്ലാതെ എന്താണ് തൊഴിൽ നൈപുണ്യം നടക്കുന്നത്? ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഗവൺമെന്റ് പറഞ്ഞു തൊഴിൽ സംരംഭങ്ങൾ കൊടുക്കണം, ചെറിയ ചെറിയ യൂണിറ്റുകൾ ഉണ്ടാക്കണം, തൊഴിൽ നൈപുണ്യം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെന്നല്ല, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പറഞ്ഞു. കാരണം 22-ന് 40 ലക്ഷം രൂപയ്ക്കകത്ത് ഒരു വാർഡിനകത്ത് സാമ്പത്തികം വിനിയോഗിക്കപ്പെടുമ്പോൾ ആ സാമ്പത്തികത്തിനകത്ത് ഒരു ഗുണമുണ്ടാകും. ചെറുകിട കർഷകർ 12ഓളം പഞ്ചായത്തുകളിൽ BJP ഭരിക്കുന്നുണ്ടല്ലോ കേരളത്തിൽ. നിങ്ങൾ എവിടെയെങ്കിലും തൊഴിൽ നൈപുണ്യം കാണിച്ചതായി രാജീവ് പറ.
മധൂർ പഞ്ചായത്ത് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. കാസർഗോഡ് ജില്ലയിലെ മധൂർ പഞ്ചായത്ത് 25 കൊല്ലമായിട്ട് ഭരിക്കുന്നത് ആരാ? BJP. അവിടെ ഒരു മിനിറ്റ്, കർണാടകയുമായി ചേർന്ന സ്ഥലമാണ്. അവിടെ നിങ്ങൾ തൊഴിൽ നൈപുണ്യം ഞാനത് പറയാതെ പോയതാണ്. കേരളത്തിനകത്ത് ആദ്യത്തെ റോഡ് നിർമ്മാണം ചെയ്ത മധൂർ പഞ്ചായത്തിലാണ്. ഷബീർ നോക്കാം, മധൂർ പഞ്ചായത്തിന്റെ സൈറ്റ് നോക്കാം. ഞാനത് പറയാതെ പോയതാണ്. ബംഗാനൂർ പഞ്ചായത്തില് തൊഴിൽ സംരംഭം നടക്കുന്നുണ്ട്. ഷഫീർ പോയി നോക്കണം. എംപിയുടെ സഹായത്തോടു കൂടി തൊഴിൽ ചെറിയ സംരംഭങ്ങൾ നടത്തുകയാണ്. പേപ്പർ ബാഗ് ഉണ്ടാക്കുന്ന സംവിധാനം നടത്തിയിരിക്കുകയാണ്. അല്ലല്ല ഷഫീറെ, യാഥാർത്ഥ്യത്തിൽ ഇവിടുത്തെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് നമുക്ക് ശരിയാക്കാനാണെങ്കിൽ കേരളത്തിനകത്ത് കുടുംബശ്രീയുടെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് തൊഴിലുറപ്പിന്റെ കുടുംബശ്രീ ആയിപ്പോയി. അത് മാറ്റി ഒരു ചിന്ത നടത്തണം. നോഡൽ ഏജൻസി കൂടെ ആരാണെന്ന് മനസ്സിലാക്കണം. ആനി പറഞ്ഞിട്ട് എനിക്കും കൂടി ഒരു അവസരം തരണേ. ശ്രീമതി ആനി രാജ. അല്ല, എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ഈ കേരളത്തിൽ താങ്കൾ പറഞ്ഞ പോലെ വ്യാപകമായി റോഡുകൾ നിർമ്മിക്കുന്നില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളടക്കം മിക്കവാറും നിങ്ങളുടെ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻസ് നടക്കുകയാണ്. അവിടെയാണ് എന്ത് മെറ്റീരിയൽ കോസ്റ്റ് ഉപയോഗപ്പെടുത്തിയാണ് ഏറ്റവും വലിയ അഴിമതി നടക്കുന്ന. സോഷ്യൽ ഓഡിറ്റ് NGOs പോലെ, അതുപോലെ ദേശീയ മഹിളാ ഫെഡറേഷൻ പോലുള്ള സംഘടനകൾ പോയി സോഷ്യൽ ഓഡിറ്റ് നടത്തി കോടിക്കണക്കിന് രൂപ ജനങ്ങൾക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ളത് ജാർഖണ്ഡ് പോലെയുള്ള അല്ലെങ്കിൽ മധ്യപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ് എന്ന് താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുക. വളരെ ബോധപൂർവമായ ഒരു തീരുമാനമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഈ കേരളത്തിലെ ഗവൺമെന്റ് എടുത്തത്. അഴിമതിക്ക് വഴിതെളിക്കുന്ന മെറ്റീരിയൽ കോസ്റ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അങ്ങനെ വലിയതായിട്ടൊന്നും നടത്തണ്ട. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്താത്ത ഒരു കാര്യം ഇവിടെ ചെയ്തു. അത് ചെറുകിട കർഷകരുടെ നിലത്തെ ചെറിയ ചെറിയ ജോലികൾ, കൂലി ഒരുപാട് അധികമാണ് കാർഷിക കൂലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ തൊഴിലൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ എന്റെ കുടുംബത്തിൽ എന്റെ സഹോദരന്റെ ഭാര്യ, അവരൊരു വിധവയാണ്, അവർക്ക് ആ ജോലി കാശ് കൊടുത്ത് ചെയ്യിക്കാൻ പറ്റാത്തത് കൊണ്ട് ഗവൺമെന്റിന്റെ തീരുമാനത്തിൽ നിന്നും അവർക്ക് ഇത്തരത്തിൽ തൊഴിലുറപ്പിന്റെ കീഴിൽ ആ പറമ്പിൽ പണിയെടുത്ത് കൊടുത്തത് കൊണ്ട് അവരിന്ന് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് ചെറുകിട കർഷകർ ഈ സംസ്ഥാനത്തുണ്ട്. രാജീവ്, അത് താങ്കൾ കാണണം. മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തേ അതില്ല, ഇത് എന്തേ ഇവിടെയില്ല എന്ന് ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി കണക്കിലെടുക്കണം. എന്തു തന്നെയായാലും ശ്രീ രാജീവ്, അച്ഛേദിനല്ല, ഇന്നു മുതൽ അങ്ങോട്ടേക്ക് ഈ ഗ്യാസിന് ഇവിടെ നിങ്ങളുടെ ചാനലിൽ എഴുതി കാണിക്കുന്നു, അടുപ്പണച്ചുകൊണ്ടുള്ള ഒരു കരിദിനങ്ങളാണ്, കറുത്ത ദിനങ്ങളാണ് ഇനി അങ്ങോട്ടേക്ക് ഈ രാജ്യത്തെ ജനങ്ങൾക്കെന്ന് ആണ് ഈ സൂചനകൾ നൽകുന്നത്. തൊഴിലുറപ്പ് വിഷയം ശ്രീമതി. അതെ, തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റി പറയുമ്പോൾ കേരളത്തിൽ ഓരോ അസറ്റും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ജനങ്ങള്, സ്ത്രീകളെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് പണം പിടുങ്ങുന്നു എന്ന ആ ധാരണ കേരളത്തിൽ തെറ്റാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ക്യാമറയുമായിട്ട് വയനാട് ജില്ലയിൽ പോകണം. 2005 ആദ്യം തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരുന്നത്. ആ വർഷം തന്നെ കേരളത്തിൽ നടപ്പാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്തി സൃഷ്ടി എന്ന് പറയുന്നത് നാട്ടിൻ പുറത്തേക്ക് ജനസഞ്ചവാസമുള്ള കേന്ദ്രങ്ങളിലേക്ക് ആന കടന്നു വരാതിരിക്കാനുള്ള ട്രഞ്ച്, അതായത് വലിയ കിടങ്ങ്, ആന കടന്നു വരാതിരിക്കാനുള്ള കിടങ്ങ് സ്ത്രീകൾ തന്നെയാണ് ഭൂരിഭാഗം. അതായത് കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കെടുക്കുന്ന 90% സ്ത്രീകളാണെന്ന് സ്ഥിതി വിവര കണക്കുകളുണ്ട്. അങ്ങനെ ഈ സ്ത്രീകൾ തന്നെയാണ് വയനാടിന്റെ, അതായത് തമിഴ്നാടും കർണാടകവും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ് വയനാട്. ആ വയനാട് ജില്ലയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും ആന കടന്നു വരാതിരിക്കാനുള്ള ഈ ട്രഞ്ച് അഥവാ ഈ പറയപ്പെട്ട കിടങ്ങ് നിർമ്മിച്ചത് സ്ത്രീകളാണ്. വളരെ ആഴത്തിലും വീതിയിലും ആനയ്ക്ക് എടുത്തു ചാടാനോ ഇറങ്ങി കയറാം. അപ്പോൾ അത്ര ശക്തം, അതായത് പഞ്ചായത്തുകൾക്ക് കഴിവുണ്ടോ, പഞ്ചായത്തുകൾക്ക് കഴിവുണ്ടോ നല്ല ആസ്തി, ഏത് ആസ്തി സൃഷ്ടിക്കണമെന്ന്. അങ്ങനെ പഞ്ചായത്ത് അധികാരികൾക്ക് കഴിവുണ്ടെങ്കിൽ നല്ല ആസ്തി ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക, അതിലേക്ക് ഈ തൊഴിലാളികളെ നയിക്കുക, അവർ അസലായിട്ട് ജോലി ചെയ്യും. അതേ സമയത്ത് ആരുമില്ല മേൽനോട്ടം വഹിക്കാൻ എന്ന് വച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചു പോകട്ടെ എന്ന രീതിയിൽ, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ എപ്പോൾ അനാസ്ഥ അല്ലെങ്കിൽ എന്താ പറയുക, അധികാരം വേണ്ട തരത്തിൽ കാര്യക്ഷമമായിട്ട് പ്രയോജനപ്പെടുത്തുന്നില്ലയോ അപ്പോഴൊക്കെ ഈ കാര്യത്തിൽ വീഴ്ച വന്നിട്ടുണ്ടാകാം. അല്ലാതെ കേരളത്തിലോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ
ഇതുപോലെ ഇതിനെ നന്നായി മോണിറ്റർ ചെയ്യാൻ കഴിയണം ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിന്. എങ്കിൽ മാത്രമേ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആസ്തി സൃഷ്ടി തീർച്ചയായിട്ടും നടക്കുകയുള്ളൂ. പക്ഷേ നേരത്തെ അനുരാജ പറഞ്ഞതുപോലെ ആസ്തി സൃഷ്ടിയേക്കാളൊക്കെ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് എന്താ പറയുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. അതിന് മിനിമം കൂലി, വേറെ ഒരു ലക്ഷ്യവും കൂടി ഉണ്ടായിരുന്നു. കേരളം ഒഴിച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ മിനിമം കൂലി എന്ന് പറയുന്നത് ഒരു കൂലിയേ അല്ല, അത്ര മോശപ്പെട്ട നിലവാരത്തിലുള്ള കൂലിയാണ്. ആ കൂലിയെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡൈസ് ചെയ്ത് കുറച്ചുകൂടി മുകളിലേക്ക് കൊണ്ടുവരിക. അതായത് ഗവൺമെന്റ് കൊടുക്കുന്ന കൂലി 180, 222 ഈ തരത്തിൽ വർദ്ധിക്കുമ്പോൾ പൊതു ജനം തൊഴിലാളികൾക്ക് കിടക്കുന്ന കൂലിയിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ചെറിയ വളർച്ചയുണ്ടാകും. അങ്ങനെ മിനിമം കൂലിയെ നൈസർഗികമായിട്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ഉത്തോലകമായിട്ട് കൂടി ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ഗവൺമെന്റ് തൊഴിലുറപ്പിന്റെ നിയമാവലിയിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വളരെ വേഗം നമുക്ക് ഒരു ഇടവേളയിലേക്ക് കൂടെ പോയ ശേഷം ഇടവേള. തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ രാജീവ്, ഇവിടെ ഇപ്പോഴും താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. ഒരു നിർദ്ദേശം എന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു രേഖ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം പെട്രോളിയം മന്ത്രി സഭയിൽ അടക്കം വെച്ചിരിക്കുന്നു. വില കൂടുമോ? മാസാമാസം ഈ പറയുന്നത് പോലെ 4 രൂപ വെച്ച് കൂടുമോ? അല്ല, അതിൽ ഞാൻ തർക്കിക്കുന്നില്ല. മാർച്ച് മാസം വരെ ഒരു മാസം 4 രൂപ വെച്ച് കൂടുമെന്നുള്ള ഒരു തീരുമാനം നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ പറയാലോ, ഉറപ്പിച്ച് ഞാൻ കൂടുമെന്നില്ല. പക്ഷേ ഇത് സ്വാഭാവികമായിട്ടും ഒരു വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു, എല്ലാവരും പ്രതിഷേധം സമർപ്പിക്കുന്നു, അതിനകത്ത് മാറ്റം വരാം. അല്ല, അവിടെ ചർച്ചയല്ല, അദ്ദേഹം പറഞ്ഞത് ചർച്ചയല്ല. അല്ല, ചർച്ചയല്ലോ. ഒരു തീരുമാനം എടുക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന തീരുമാനമല്ലല്ലോ. ഇന്നും നാളെയുമായിട്ട് നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്നലെ തന്നെ പ്രതിഷേധം വന്നിട്ടുണ്ട്. കുറച്ച് ഇന്നലെ ഇന്ന് ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ. ഇത് പ്രതിഷേധം വരാണെങ്കിൽ അതിനകത്ത് മാറ്റം വരും. അതുകൊണ്ട് ഞാൻ പറയുന്നല്ലോ, ഇതൊരു അന്തിമ തീരുമാനമാണെന്ന് ഞാൻ പറയുന്നില്ല. അന്തിമ തീരുമാനം ഒരിക്കലും പറയില്ല. കാരണം ഓപ്ഷനായി പോലും മുൻപിലേക്ക് വരരുതാത്ത കാര്യമാണിത്. അവിടെ എനിക്ക് ഒരു സംശയം കൂടി പറയാനുണ്ട് രാജീവേഷ്, സോറി കേട്ടോ. അതായത് മൃഗീയ ഭൂരിപക്ഷം പാർലമെന്റിൽ BJPക്ക് ഉണ്ട് എന്ന കാരണം കൊണ്ട് ഇത് ഇതുപോലെ തന്നെ നടപ്പിലാക്കി പോയേക്കാം. കാരണം ഒരു ഡിസ്കഷൻ വന്നാലും വ്യാപകമായ പ്രതിഷേധം ഉണ്ടായാലും മജോറിറ്റി വോട്ട്സ് BJPക്ക് ഉണ്ട് അവിടെ. അത് കാരണം കൊണ്ട് BJP പറയുന്നത് പോലെ തന്നെ നടക്കാം. അല്ല ടീച്ചറെ, നമുക്ക് GST വന്ന സമയത്തും എല്ലാവരും ഇത് പറഞ്ഞതാണല്ലോ. മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട്, അഭിപ്രായങ്ങൾക്ക് അനുസൃതമായിട്ട് മാറ്റങ്ങൾ വരുത്തി തന്നെയാണ് ഗവൺമെന്റ് ചെയ്തത്. എല്ലാവരും പറഞ്ഞതിന്റെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് തന്നെയാണ് പെട്രോളിയം മാത്രം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരെന്തൊക്കെ പറഞ്ഞാലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന അധിക ലാഭം, ആ അധിക ലാഭമാണ് രാജ്യത്തിന്റെ പൊതുവികസന പ്രവർത്തനം നടക്കുന്നത്. ഇതിപ്പോ നമ്മൾ രാഷ്ട്രീയ വൈരാഗ്യം ഇപ്പൊ ടീച്ചർ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല, ഷഫീർ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാ തരത്തിലും അതിന്റെ ഗുണം എന്തെവിടെ കൊണ്ട് രാജ്യത്ത് എന്ത് ഗുണമുണ്ടായി? ഇവിടെ എത്ര സാമൂഹ്യക്ഷേമ പദ്ധതികൾ അല്ല ഞാൻ കേട്ടെ. നിങ്ങൾ കൂട്ടിയിട്ട് അങ്ങനെയല്ല, നിങ്ങൾ കൂട്ടിയിട്ട് രാജ്യത്തിന് ഒന്ന് അങ്ങനെയല്ല ഷഫീറെ, അല്ലല്ലേ നിങ്ങളത് കൂട്ടിയിട്ട് ജനങ്ങൾക്ക് അതിന്റെ ഗുണം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വീണ്ടും ഭരിക്കപ്പെട്ടനെ. എന്തുകൊണ്ട് നിങ്ങൾ രാജ്യത്തിനകത്ത് അപ്രത്യക്ഷമാകുന്നെന്ന് കേട്ടാൽ ഇത് കൂട്ടിയത് കൊണ്ടുള്ള ഗുണം ആ ഗുണഭോക്താക്കളായിട്ടുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് അല്ലല്ല അത് നിങ്ങൾ സമാശ്വസിക്കാൻ തിരിച്ചടി കിട്ടുമെന്ന് തന്നെയാണ് കഴിഞ്ഞ 2014 തൊട്ട് തിരിച്ചടി കിട്ടുമെന്ന് രാഹുൽ ഗാന്ധി തൊട്ട് താഴെ ഷഫീർ വരെ പറയുന്നുണ്ട്. പക്ഷേ തിരിച്ചടി നമുക്കല്ല കിട്ടുന്ന, ഇരുട്ടടി അവർക്കാണ് കിട്ടുന്നത്. കാരണം ഞങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യമാണ്. ഈ വിഷയത്തിനകത്തും 100% ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ ഉള്ള തീരുമാനം തന്നെയായിരിക്കും അന്തിമ തീരുമാനം. അതെ, അന്തിമ തീരുമാനം ജനങ്ങൾക്ക് അനുകൂലമായിരിക്കും. മാസാമാസം 4 രൂപ കൂടുമോ ഇല്ലയോ? ഞാൻ അതിന്റെ നിർദ്ദേശം 414 നിന്നും 777 കൂടുമ്പോ അത് ജനങ്ങൾക്ക് ഗുണകരമായിരിക്കുമെന്ന് പറയുന്നത് സാമ്പത്തിക രാജീവേ കൊള്ളയാണ്. രാജീവേ 414 കൊടുക്കേണ്ടവൻ 777 കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒറ്റ കാര്യം അല്ല കൊള്ളയാണ്. അതല്ലേ പറഞ്ഞ 411 നിന്നുള്ള എടുത്തുചാട്ടം ഷഫീറിന്റെ കണക്കിൽ 711 പക്ഷെ എന്റെ കണക്ക് 411 നിന്നുള്ള ഇതിൽ നിന്നുള്ള എടുത്തുചാട്ടം വരുന്നത് ഇത് ഈ തീരുമാനം 4 വെച്ച് കൂടുകയാണെങ്കിൽ 32 കൂടി 477 അല്ലേ ടീച്ചറെ?
അല്ലെ സബ്സിഡി എടുത്ത് മാറ്റുന്നതല്ലോ. ഈ 86 രൂപ നിലവിൽ സബ്സിഡി നിലവിൽ 411 രൂപയ്ക്ക് സബ്സിഡി അല്ല 86 സബ്സിഡി 411 രൂപയാണ് നിലവിലെ വില. നിലവിൽ ഇന്നത്തെ വില 400 ഗാർഹിക 14.2 kg. അതിനകത്താണ് ഡിസംബർ വരും അടുത്ത ഈ കൂട്ടി അല്ല ഞാൻ കേട്ടെ ഗാർഹിക ഉപയോഗത്തിനാണ് ഞാൻ പറഞ്ഞത് 435 567 സബ്സിഡി ഇല്ലാത്തത് മനസ്സിലല്ലേ. സബ്സിഡി സിലിണ്ടറിന് 14.2 കിലോയ്ക്കുള്ളത് എന്ന് പറയുന്നത് 435 രൂപയാണ്. അതിൽ ഈ പറഞ്ഞതിനനുസരിച്ചിട്ട് മന്ത്രി പറഞ്ഞതിനനുസരിച്ചിട്ട് കൂടുകയാണെങ്കിൽ പോലും കൂടുമെന്ന് ഞാൻ പറയുന്നില്ല, കൂടുകയാണെങ്കിൽ പോലും മാർച്ച് മാസം വരുമ്പം 32 രൂപയാണ് കൂടുന്നത്. കൂടാമോ? ഞാൻ പറഞ്ഞില്ല ഒരു മാസം 4 രൂപ വെച്ച് കൂടുന്നത് അതിനകത്തുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല. എങ്കിൽ പോലും അതൊരു സബ്സിഡി. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇക്കാലഘട്ടത്തിലും സബ്സിഡിക്ക് വേണ്ടി ഒരു രാജ്യത്ത് സബ്സിഡി കൊടുത്ത് ഒരിക്കലും രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് യാഥാർത്ഥ്യമാണ്. അതിപ്പം ഈ സംസ്ഥാന ഗവൺമെന്റ് ആയിരിക്കാം, നാളെ വേറൊരു ഗവൺമെന്റ് വന്നാലായിരിക്കാം. സബ്സിഡി മാറിക്കൊണ്ട് അവൻ്റെതായിട്ടുള്ള സ്വാശ്രയശീലം വളർത്തുക എന്നുള്ള ലക്ഷ്യം ഏതൊരു ഗവൺമെന്റിനും കാണും. പക്ഷെ അങ്ങനെ വളർത്താൻ നമ്മൾ പ്രാപ്തരായോ എന്ന് കൂടി സബ്സിഡി വേണ്ട എന്ന് വെച്ചിട്ടുള്ളവർ 2.6 മാത്രമാണ്. 18.11 ലക്ഷം കോടി ആളുകൾ 18.1 ഉണ്ട്. അതിൽ 3 കോടി ജനങ്ങൾ സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി ആഹ്വാനം 2.5 കോടി കൺഫേം. ഇനി വരുന്നത് എന്ന് പറഞ്ഞാല് സബ്സിഡി പൂർണ്ണമായിട്ട് സബ്സിഡി എന്നുള്ള വാക്കേ ഉപയോഗിക്കുന്നില്ല. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ നിൽക്കുന്നവരും ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർക്ക് 2.5 കോടി ജനങ്ങൾ തർക്കിക്കുന്നില്ല, അവർക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളത് വിസ്മരിക്കല്ലേ. കഴിഞ്ഞ ഗവൺമെന്റുകൾ കാലഘട്ടത്തിലൊന്നും ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ചെയ്തിട്ടില്ല. അതിനകത്ത് അത് ഒരിക്കലും കാരണം പ്രധാനമന്ത്രിയുടെ യോജന 100% പറയാൻ ടീച്ചറെ അതിനകത്ത് ഒരു സംശയവും രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടില്ല. പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വൽ യോജന പദ്ധതിയാണ്, അത് യോജന പദ്ധതികളാണ്, അതിനകത്ത് മാറ്റം ഉണ്ടാവില്ല. ഞാൻ പറയല്ലോ സൗജന്യ നിരക്കിൽ കൊടുക്കുന്നതാണ്. സബ്സിഡിയിലാണ് ഇപ്പോൾ ചർച്ച. സൗജന്യ നിരക്കിൽ കൊടുക്കുന്നത് മാറ്റം എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ചർച്ച ഇന്നലെ തീരുമാനം ഉണ്ടായി. ഞാൻ പറയല്ലോ ഇത് നിർദ്ദേശം ഇന്നലെ ഒരു തീരുമാനം ഉണ്ടായി. നിങ്ങൾ ചർച്ച ചെയ്തില്ല അല്ലല്ല ഞാൻ ഇന്നലെ ഒരു തീരുമാനം ഉണ്ടായി. ഏതാണ്? അതെ ഞാൻ പറയല്ലോ ഇന്നലെ ഒരു തീരുമാനം ഉണ്ടായി. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. പാർലമെന്റ് ക്യാൻറ്റീനകത്തുള്ള സബ്സിഡി ഫുഡ് മൊത്തം മാറ്റി. അത് തീരുമാനമായിരുന്നു. ഇതും തീരുമാനം തന്നെ, നിർദ്ദേശം. അത് തീരുമാനം ഞാൻ ഉറപ്പിച്ച് പറയുന്നത് തീരുമാനമാണ്. കാരണം വ്യക്തമായിട്ടുള്ള അതിന്റെ രേഖകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ അല്ല ഞാൻ പറയുന്നത് ഇത് നിർദ്ദേശമാണെന്നും ഉറപ്പില്ല. പക്ഷെ മറ്റത് തീരുമാനമായിരുന്നു. ഞാനൊരു ഇടവേളയിലേക്ക് കൂടെ പോയ ശേഷം തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ രാജീവ്, ഒരുപക്ഷെ താങ്കൾ പറയുന്നത് നിർദ്ദേശമാണ് എന്ന തരത്തിലൊക്കെ, പക്ഷെ സ്വാഭാവികമായും ഇന്നലെ മന്ത്രി പറഞ്ഞ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഉയരുന്നൊരു പ്രധാന വിഷയം മറ്റെന്തൊക്കെ പോംവഴികൾ ഈ വിധത്തിൽ ഉള്ള ബാധ്യതകൾ മറികടക്കാൻ സർക്കാരിന് മുൻപിലുണ്ട്. എന്തുകൊണ്ട് ഈ സിലിണ്ടറുകൾ അല്ലെങ്കിൽ പാചകവാതകം എന്ന ഒരു വിഷയത്തിലേക്ക് എത്തി? അല്ല രാജ്യത്ത് ഇതിപ്പോൾ ഞാൻ പറയാം, പാചകവാതക സിലിണ്ടറിലൂടെ രാജ്യത്തിന് നഷ്ടമാകുന്ന സബ്സിഡി നിരക്കിൽ 21,000 കോടി രൂപയാണ്. 21,000 കോടി രൂപയാണ് ഇന്നലത്തെ ഇത് കണക്കനുസരിച്ചിട്ടാണ് 21,000 കോടി രൂപ നഷ്ടമാകുന്നുണ്ട്. ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, നോ പ്രോഫിറ്റ് നോ ലോസ് ബേസിസ്. ഇതാണ് നമ്മുടെ തിയറി. നോ പ്രോഫിറ്റ് നോ ലോസ് ബേസിസ് ഇതാണ് നമ്മുടെ തിയറി. സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒന്ന്, ഒരു സ്ഥലത്തിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം വയ്ക്കുന്നു, ചിലപ്പോൾ 2 രൂപ വെച്ച് നേരത്തെ കൂടി ആരും ചർച്ച ചെയ്തിട്ടില്ല. നേരത്തെ ഈ സബ്സിഡിക്ക് 2 രൂപ കൂടിയിട്ടുണ്ടായിരുന്നു, സബ്സിഡി സിലിണ്ടറിന് 2 രൂപ വെച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം 4 രൂപ ആക്കുന്നു. സ്വാഭാവികമായിട്ടുണ്ടാകാൻ പോകുന്ന എൻ്റെ വിശ്വാസമാണ്, ആ വിശ്വാസം ഇതൊരു പോയിന്റിൽ കൊണ്ടെത്തും. ചിലപ്പോൾ 475 കൊണ്ടെത്തിക്കൊണ്ട് എല്ലാവർക്കും അതിൽ ബാക്കി വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഈ തരത്തിൽ ക്രയവിക്രയം നടത്താൻ പറ്റാത്ത ആൾക്കാർ, ആ ആൾക്കാരെല്ലാം തന്നെ ഉജ്ജ്വൽ യോജനയിലെ പരിധിയിലും വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ സബ്സിഡി രഹിതമായിട്ടുള്ള ഒരു കാര്യവും പിന്നെ ഫ്രീ കണക്ഷനുമാണ്. ഇതായിരിക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാകാൻ പോകുന്ന ആലോചിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആഗ്രഹിക്കുന്നതല്ല, ആലോചിക്കുന്നത് അങ്ങനെയാണ്. അതിനകത്ത് മാറ്റമില്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും നഷ്ടം ഉണ്ടാവല് പ്രോഫിറ്റ് മോട്ടീവുമല്ല. പക്ഷെ നഷ്ടക്കണക്കുകളിൽ ഇങ്ങനെയാണോ ഈ പണം പിരിച്ചെടുക്കാം? ശ്രീമതി മേരി ജോർജ്, അത് ശരിയാണോ? അല്ല, സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരിടത്തും ഈ നഷ്ടലാഭ കണക്കിലല്ല ഒരു ഗവൺമെന്റ്
മുൻപോട്ട് പോകേണ്ടത്. ഗവൺമെന്റിന്റെ ക്ഷേമ സങ്കല്പം, അതായത് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ കൊടുക്കുന്ന ഒന്നാമത്തെ പ്രോമിസ് തന്നെ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടു. അതിപ്പോൾ ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ BJPയും ആകട്ടെ, ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഇലക്ഷൻ പ്രോമിസിൻ്റെ ഏറ്റവും വലിയ മുഖഛായ എന്ന് പറയുന്നത് തന്നെ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പം ജനങ്ങൾക്ക് കൊടുക്കുന്നു. അങ്ങനെ ആ സങ്കല്പത്തിൽ ഊന്നിയതാണ് എല്ലാം നേരെയാകുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഉജ്ജ്വല യോജനയുടെ പേരിൽ 2,50,00,000 പേർക്ക് കൊടുത്തു എന്ന് പറയുന്നത്? അതൊക്കെ ആ പാവപ്പെട്ടവരെ കൈപിടിച്ചുയർത്തുന്നു എന്ന സങ്കല്പത്തിൽ നിന്നാണ് അത്തരം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ആ ക്ഷേമരാഷ്ട്ര സങ്കല്പം മുൻപിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞു ഈ 2.5 കോടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞ 2.5 കോടിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് 18 കോടി 11 ലക്ഷം പേര് LPG വീട്ടിലെ പാചകവാതക കണക്ഷൻ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഈ പറയപ്പെട്ടവരിൽ തന്നെ ഇനിയും ഒന്നരിക്കാം. രാജീവ് പറഞ്ഞതുപോലെ ആൾക്കാണ് സാമ്പത്തിക ശേഷിയുള്ളവരുണ്ട് ഇതിൽ തന്നെ. അത് അരിച്ചു കഴിഞ്ഞാൽ ഒരു 8 കോടിയെ അല്ലെങ്കിൽ 10 കോടിയെ അരിച്ച് മാറ്റിക്കളയാം. അവർക്ക് സബ്സിഡി തരില്ല. ആധാറുണ്ട്, പാനുണ്ട്, ഗവൺമെന്റിന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ആരാണ് അർഹിക്കുന്നത് ആരാണ് അർഹിക്കാത്തവരെ മാറ്റി നിർത്താം, അരിച്ചു മാറ്റട്ടെ. അതിനോട് രോഷം ഉണ്ടാവില്ല. അതേ സമയത്ത് അതിനും താഴെ, അതായത് ഔദ്യോഗിക കണക്കനുസരിച്ച് തന്നെ ഇന്ത്യയിൽ 22% പോപ്പുലേഷൻ്റെ 22% BPL ആണ്. അങ്ങനെ അത് ഔദ്യോഗിക കണക്കാണ്. എനിക്കറിയാം, എൻ്റെ വീട്ടിൽ എന്നെ സഹായിക്കാൻ വരുന്ന സ്ത്രീക്ക് APL കാർഡാണുള്ളത്. എന്നെ ജോലിയിൽ അടുക്കളയിൽ സഹായിക്കാൻ വരുന്ന സ്ത്രീക്ക് APL കാർഡാണ്. അപ്പോൾ അതുപോലെയുള്ള കാർഡുകളാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് 22% എന്ന് പറഞ്ഞത് 28-30% ഉയർന്നേക്കാം സത്യസന്ധമായ കണക്കെടുത്താൽ. അപ്പോൾ അങ്ങനെയുള്ള BPL കുടുംബങ്ങൾക്ക് സബ്സിഡി നിഷേധിക്കേണ്ട ഒരു സാമ്പത്തിക ഭദ്രതയിലേക്ക് ഇന്ത്യ ഉയർന്നിട്ടില്ല. ഈ BPLന്റെ നിർവചനം തന്നെ എന്തോ ഒരു, അതായത് പണ്ട് അലുവാലിയ പറഞ്ഞു 26 രൂപ ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിലും 32 രൂപ ഉണ്ടെങ്കിൽ ഒരു നഗരത്തിലും, അതായത് BPLന്റെ എമൗണ്ട് ആകുന്നത് ഒരു ദിവസം 32 രൂപ ഉണ്ടെങ്കിൽ നഗരത്തിലും 26 രൂപയുണ്ടെങ്കിൽ ഗ്രാമത്തിൽ. ഈ തരത്തിലുള്ള നിർവചനമുള്ള BPL ലിസ്റ്റിലാണ് 22% പേര് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ആ 22%-നെങ്കിലും സബ്സിഡി കൊടുക്കേണ്ടിയിരിക്കുന്നു. അത്യന്താപേക്ഷിതമായിട്ടും അവരെ സബ്സിഡി ഇല്ലാത്തവരാക്കി മാറ്റരുത്. അങ്ങനെ മാറ്റുക എന്ന് പറഞ്ഞാൽ ആ ക്ഷേമരാഷ്ട്ര സങ്കല്പം നമ്മൾ 70 കൊല്ലം കൊണ്ട് എവിടെ എത്തി? ഇതൊക്കെ എല്ലാവർക്കും ചോദിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ BJPയിൽ ഇന്നുള്ളവരെല്ലാം തന്നെ ഒരിക്കൽ കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും പാർട്ടിയിൽ ഉണ്ടായിരുന്നവർ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്കും ഭരണത്തിൻ്റെ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിക്കും ഒക്കെ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോഴും ഇത്രയേറെ ജനം വീടില്ലാത്തവരായി, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വിധേയരാകാത്തവരായി, വിദ്യാഭ്യാസം ഇല്ലാത്തവരായി ഒക്കെ ഉണ്ട്. അപ്പോൾ ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ പാർപ്പിടം, അതുപോലെ എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചർ, ഇത്രയും കാര്യങ്ങൾ നല്ലവണ്ണം, അതായത് ലോക നിലവാരത്തിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഗവൺമെന്റ് സബ്സിഡികൾ നിർത്തലാക്കുന്നതിനെ പറ്റി ആലോചിച്ചാൽ നമുക്ക് പരിഭവമില്ല. ശ്രീ രാജീവ്, ചർച്ച വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം. 1 മിനിറ്റ് ഞാൻ പറഞ്ഞില്ല. ഞാൻ അങ്ങോട്ട് വരാമെന്ന് വെച്ചാൽ രാജീവ് പറയുമ്പോൾ നമുക്ക് എന്തായാലും പറയാനുണ്ടാവുമല്ലോ മറുപടി. ശ്രീ രാജീവ്, അവിടെയാണ്, അതായത് ഈ ഒരു ആർജവം മറ്റു പല കാര്യങ്ങളിലും കാണിച്ചിരുന്നെങ്കിൽ പല നഷ്ടങ്ങളും നമുക്ക് ഇല്ലാതെ പോകായിരുന്നു. ഈ കോർപ്പറേറ്റുകളുടെ സഹായിക്കുന്ന വിഷയം തന്നെ, അത് തന്നെ വരുത്തി വെച്ചത് വലിയൊരു നിങ്ങളുടെ തന്നെ ഒരു കഴിവുകേട് കൊണ്ട് തന്നെയല്ലേ? കാരണം ഈ 9,000 കോടി നമുക്ക് പിടിച്ചെടുക്കാമായിരുന്നു. വലിയ കണക്കുകൾ പറയാം. ഈ 15 ലക്ഷം രൂപ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് പോട്ടെ, അങ്ങനെയും വേണ്ട. പക്ഷെ അതിൽ എന്തെങ്കിലുമൊക്കെ നടപടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ന്യായീകരണം ഉണ്ടായിരുന്നു. ഈ സാധാരണക്കാരന്റെ സബ്സിഡി പിടിച്ചു മേടിച്ചിട്ട്, അവന്റെ അവകാശമായ സബ്സിഡി പിടിച്ചു മേടിച്ചിട്ട് വേണമായിരുന്നു. അല്ല, ഇതിനകത്ത് 2 കാര്യങ്ങൾ. ഒന്ന്, ടീച്ചർ നേരത്തെ പറഞ്ഞിട്ടുള്ള കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതായിട്ടുള്ള തീരുമാനം വന്നിട്ടുള്ളതും അതിന്റെ ആ നടപടിക്രമങ്ങൾ നടന്നുണ്ടെന്നൊക്കെ UPA ഗവൺമെന്റ് കാലഘട്ടത്തിലാണ്. BJP ഗവൺമെന്റ് വന്നപ്പോൾ ഷഫീർ മറുപടി പറഞ്ഞു. രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാവും, BJP ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് സുപ്രീം കോടതി അടയ്ക്കാൻ പറയുന്നത്. അത് നിയമപരമായിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നു. കഷ്ടകാലത്തിന് BJP വന്നപ്പോഴാണ് അടയ്ക്കാൻ പറയുന്നത് കൊണ്ട് BJP ആണ് ഇതിനെന്നല്ല, അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആയിരുന്നു. ആ പ്രോസസ്സിൽ അഴിമതി കാണിച്ചു. ഈ അഴിമതിയൊക്കെ തുറന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇലക്ഷൻ ക്യാമ്പയിൻ വരെ നടത്തിയത്. ഈ അഴിമതി ഉൾപ്പെടെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയത്. അത് സുപ്രീം കോടതി വിധിക്കപ്പെടുന്നത് 2014 ആണെന്നേ ഉള്ളൂ.
9,000 കോടി അടയ്ക്കാൻ വേണ്ടി സുപ്രീം കോടതി പറയുന്നത് അത് ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ അഴിമതിയുടെ ഉത്തരവാദിത്തം അവർക്കാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടല്ലോ, ഒരു നേരത്തെ പറഞ്ഞ ക്ഷേമ പദ്ധതികൾ നിരവധി രാജ്യത്തെ പാവപ്പെട്ടവർക്കുള്ള ക്ഷേമ പദ്ധതികളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അന്ത്യോദയം എന്ന് പറയുന്ന അവസാനത്തെ വരിയിൽ നിൽക്കുന്ന അവസാനത്തെ വ്യക്തിക്കും ക്ഷേമ പ്രവർത്തനം വികസനവും എത്തിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. അതിനകത്ത് ആർക്കും തന്നെ എതിരുമില്ല, എല്ലാവരും തന്നെ എന്റെ ഗുണഭോക്താക്കളുമായിരുന്നു. രാഷ്ട്രീയ വ്യതിയാനം കഴിഞ്ഞ് മാറ്റി വെച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ സർക്കാർ പോലും പല നടപടികളും അതുമായി ചേർന്നുകൊണ്ട് നടപ്പിലാക്കുന്നു. അത് ജനങ്ങൾക്ക് ഗുണകരമായിട്ടാണ്. അത് ചിലപ്പോൾ രാഷ്ട്രീയ പൈരാത്തത്തിന്റെ പേരിൽ മാറ്റി പറയാം. ഇതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, എന്തൊക്കെ അരിച്ചു പറഞ്ഞു ടീച്ചർ പറഞ്ഞ യാഥാർത്ഥ്യമാണ്. ഇതിനകത്ത് ഇപ്പോഴും സബ്സിഡി സിലിണ്ടർ വാങ്ങിക്കുന്ന ഒരുപാട് അല്ലാത്ത ആൾക്കാരുണ്ട്. അതെ 12 സിലിണ്ടർ വാങ്ങിക്കുന്ന ഒരു വീട്ടിൽ സബ്സിഡി 12 കൊടുക്കപ്പെടുന്നത്. 8-9 മതി എന്നാണ് കണക്ക്. 3 സിലിണ്ടർ പുറത്ത് വിൽക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് ഇത് അരിച്ചു പറക്കി മാറപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, ഈ മാറപ്പെടുന്ന സമയത്ത് ഈ രാജ്യത്തെ ദരിദ്രരായിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ പരാശ്രയമില്ലാത്ത സ്ത്രീകൾ, അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഉജ്ജ്വല യോജന നിലനിൽക്കും. ഇതിന് യാതൊരു മാറ്റം ആര് തർക്കിക്കപ്പെട്ട പൂർണ്ണമായിട്ട് നിൽക്കാത്ത രീതിയിൽ കോർപ്പറേറ്റുകളുടെ ഈ പണി ചെയ്തത് കോൺഗ്രസ് ആണെങ്കിൽ UP ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 71,000 കോടി രൂപയുടെ കാർഷിക കടങ്ങൾ എഴുതി തള്ളി. രാജീവിന്റെ പാർട്ടി 3 കൊല്ലത്തിനിടയിൽ 1 കോടി രൂപ അല്ലപ്പെട്ട 1 രൂപ പോലും കർഷകരുടെ കടം എഴുതി തള്ളിയില്ല. ജനങ്ങൾ വിലയിരുത്തട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ക്ഷേമ പദ്ധതികളും രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജനങ്ങളെ കൊള്ളയടിച്ച് പണം ശേഖരിച്ച് വെക്കുന്നത് നിങ്ങൾ പറഞ്ഞു. അഗ്രികൾച്ചറിന്റെ വികസനം അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് 0.7, ഇപ്പോൾ എത്ര അറിയോ? മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോൾ 5.4 എന്ന് പറയുന്ന കാർഷിക ഡെവലപ്മെന്റ്സ്. ഇപ്പോൾ എത്രയാണെന്ന് അറിയോ രാജീവേ? നരേന്ദ്രമോദി കാർഷിക 2.1. ഇനി നിങ്ങൾക്കറിയോ വ്യവസായ വളർച്ച? സ്വാഭാവികമായിട്ടും കോർപ്പറേറ്റുകളെ സഹായിക്കുമ്പോൾ ആ മേഖലയെങ്കിലും വികസിക്കണ്ടേ രാജീവേ? അവിടെ ഞങ്ങളുടെ കാലത്ത് 5.5, 5.5. നരേന്ദ്രമോദി കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി കൊടുത്തിട്ടും അവരെ വല്ലാതെ കടാക്ഷിച്ചിട്ടും എത്രയെന്നറിയോ? 2.7 മാത്രം. വിവരാവകാശ പ്രകാരം എടുത്ത കേരളത്തിലെ സംസ്ഥാനങ്ങൾ കാർഷിക മേഖല, കയറ്റുമതി, ആൾക്കാർക്കിടയിൽ കാർഷിക മേഖല, GDP. ഒരു മിനിറ്റ് രാജീവ്, ഞാൻ പറഞ്ഞു കേൾക്കല്ലേ? കാർഷിക മേഖല, GDP, വ്യവസായ നിരക്ക്, കയറ്റുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അടൽ ബിഹാരി വാജ്പേയി ഗവൺമെന്റിനേക്കാൾ പുറകോട്ട് പോയി. പിന്നെയല്ലേ മൻമോഹൻ സിംഗിന്റെ കാര്യം. നിങ്ങൾക്ക് വളർന്നത് അദാനി, അംബാനി ഉൾപ്പെടെയുള്ള മുതലാളിമാർ. തകർന്നതോ കൃഷിക്കാർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, സ്ത്രീകൾ, പിന്നോക്കക്കാർ, പാചകവാതക വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ പല വിഷയങ്ങളും സംസാരിച്ചെങ്കിലും ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ശ്രീ രാജീവ്, ഏതായാലും ഇപ്പോൾ ഇവിടെ പറഞ്ഞ ന്യായീകരണങ്ങളൊന്നും വീട്ടിൽ ചെന്ന് പറയാനാകാത്ത കാര്യം. ഏതെങ്കിലും തെരുവിലിറങ്ങി പ്രസംഗിച്ചോക്കട്ടെ, ജനങ്ങളും വന്ന് ഞങ്ങൾ ധൈര്യമായിട്ട് പ്രസംഗിക്കും. ഞാൻ ഒരു കാര്യം വളരെ നന്ദി. ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ച ശ്രീമതി ആനി രാജ, ശ്രീമതി മേരി ജോർജ്, അഡ്വക്കേറ്റ് BRM ഷഫീർ, ശ്രീ RS രാജീവ് ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ചതിന്